Hello everyone, welcome to Island IAS Ignite Foundation Daily Newspaper Analysis. അപ്പോൾ ഇന്ന് ഒക്ടോബർ 13 അപ്പോൾ ഒക്ടോബർ 13 മൺഡേയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സാധാരണഗതിയിൽ മൺഡേ ട്യൂസ്ഡേ ഒക്കെ നല്ല രീതിയിൽ ന്യൂസ് ഉണ്ടാവുന്ന ദിവസമാണ്. ബട്ട് ഇന്ന് എന്താണെന്ന് അറിയാൻ പാടില്ല, വളരെയധികം ന്യൂസ് കുറവാണ്. അപ്പം നമുക്ക് മെയിൻ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം നമ്മൾ കുറച്ച് പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇന്നത്തെ ന്യൂസസ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് പുതിയ സ്കീമുകളൊക്കെ വന്നിട്ടുണ്ട്, അഗ്രികൾച്ചർ റിലേറ്റഡ് ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ ഈ ഇൻസ്റ്റാ ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ പോളുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോളുകൾ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് പോളുകളാണ്. അപ്പോൾ ആ ഒരു ക്വിസ് കൂടി നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ന്യൂസിലോട്ട് കടക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിലുള്ള ഒരു എഡിറ്റോറിയലാണ്. റാബി ക്രോപ്സിനെ കുറിച്ച് വരുന്നൊരു എഡിറ്റോറിയലാണ്. അതുപോലെ തന്നെ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഡാറ്റ പോയിന്റ് ആണ്. വുമൻസിന് മണി കയ്യിൽ കൊടുക്കുന്ന ആ ഒരു റിലേറ്റഡ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡാറ്റ പോയിന്റ് ആണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ മൈത്രി 2 ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻ ഇൻ അന്റാർട്ടിക്കനെ കുറിച്ചൊരു ന്യൂസ് വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ 4G സ്റ്റാക്ക് എക്സ്പോർട്ടിനെ കുറിച്ചും PM ധൻധാന്യ കൃഷി യോജന എന്ന് പറഞ്ഞൊരു സ്കീം പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ഫാമിംഗ് ഇൻ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു ന്യൂസാണ്. ആക്ച്വലി ഇന്നത്തെ ന്യൂസസ് എല്ലാം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്നാണ്. കാരണം ഹിന്ദുവിൽ വളരെയധികം ന്യൂസ് കുറവാണ്. നമ്മൾ ബീക്കണിലിട്ട ന്യൂസസ് ജസ്റ്റ് വായിക്കാൻ മാത്രമേ ഉള്ളൂ, അത്രയും ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ന്യൂസസ് ആണ് കൂടുതൽ. അപ്പൊ നമുക്ക് ന്യൂസസിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു എഡിറ്റോറിയൽ വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലെയാണ്. ഫോക്കസ് ഓൺ റാബി എന്ന് പറയുന്നത്. അതായത് എഡിറ്റോറിയൽ ഹിന്ദുവിൽ ഇല്ലാത്തത് കൊണ്ടല്ല, ബട്ട് ഓൾറെഡി നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒപ്പീനിയൻസും എഡിറ്റോറിയലുകളാണ്. അപ്പം പ്രീവിയസ് വീക്സിലും അതിനു മുമ്പത്തെ വീക്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ തന്നെ 1-2 എക്സ്ട്രാ പോയിന്റ്സ് ആണ് നമ്മളത് വായിക്കുന്നതോടെ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നമുക്ക് പുതിയ ടോപ്പിക്സ് എടുക്കുന്നതാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ എടുക്കുന്നത്. ഇത് നമ്മുടെ പറയുന്നത്, അപ്പൊ നമ്മുടെ മൺസൂൺ സീസൺ, അതുപോലെ തന്നെ വിന്റർ, സ്പ്രിങ് അങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മുടെ ക്രോപ്പ് ഉണ്ടല്ലോ, ക്രോപ്സിനും നമ്മൾ സീസൺസ് ഉണ്ട്. അത് നമ്മൾ ഖാരിഫ്, റാബി, അതുപോലെ തന്നെ സയ്ദ്, അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഖാരിഫ് എന്ന് പറഞ്ഞാൽ മൺസൂൺ ക്രോപ്സ്, റാബീസ് വിന്റർ, അതുപോലെ തന്നെ സയ്ദ് എന്ന് പറയുന്നത് സമ്മർ ക്രോപ്സ്. അങ്ങനെ നമ്മുടെ 3 സീസൺസ് ആണുള്ളത്. നമ്മൾ നോർമലി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഖാരിഫ് ക്രോപ്സിനെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ ആണ്, നമുക്ക് നല്ല രീതിയിൽ മഴ ലഭിക്കും, വെള്ളം വേണം. ക്രോപ്സിന് എന്താണ്, വെള്ളം വേണം. ആ ഒരു വാട്ടർ സ്കേഴ്സിറ്റി നമ്മൾ കുറയ്ക്കുന്നത് മൺസൂൺസ് വഴിയാണ്. അപ്പോൾ മൺസൂൺസ് കാലഘട്ടത്തിലാണ് നമ്മൾ ഖാരിഫ് ക്രോപ്സ് വരുന്നത്. അതാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ക്രോപ്സ് തന്നിരുന്നത്, കൃഷി ഫലങ്ങൾ ലഭിച്ചിരുന്നത്. ബട്ട് അതിനുശേഷമാണ് റാബി വരുന്നത്. റാബി ഖാരിഫിനെ അപേക്ഷിച്ച് കുറച്ച് ഈൽഡാണ് ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് വാട്ടർ സ്കേഴ്സിറ്റി, ടെമ്പറേച്ചർ ഇഷ്യൂസ്, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ ജൂണിൽ നല്ലൊരു മഴ ലഭിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഖാരിഫ് ക്രോപ്സ് കൂടുതൽ നമുക്ക് ഈൽഡ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് എക്സസ് മൺസൂൺ ആണ്, ഹെവി മൺസൂൺ ആണ്, ഡ്രാസ്റ്റിക് മൺസൂൺ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ക്രോപ്പ് ഈൽഡ് കുറഞ്ഞു, അതുപോലെ തന്നെ ഈൽഡിങ് കാലാവധി കുറഞ്ഞു, അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താണ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായി, കൃഷി നശിക്കുന്നതിന് കാരണമായി. അങ്ങനെ ഖാരിഫ് ക്രോപ്പിനെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്ന ആ ഒരു കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അതായത് അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് വരാനായിട്ട് പോകുന്നത്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നത് അതായത് നമ്മുടെ റാബി ക്രോപ്സിൽ നിന്നാണ് നമുക്കിനി എന്താണ് നല്ല രീതിയിൽ വിളവെടുപ്പ് വരാനായിട്ട് പോകുന്നത്. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സെപ്റ്റംബർ ടൈമിൽ നല്ല രീതിയിൽ എന്താണ് നമുക്ക് മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ മഴയൊക്കെ തന്നെ നമ്മൾ റിസർവോയേഴ്സിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്റ്റോർ ചെയ്ത വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് അങ്ങോട്ട് കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് കുറവാണ്. മഴ മൺസൂൺ സീസണിൽ വരുന്ന ലാൻഡ് സ്ലൈഡുകളും ഹെവി റെയിനും ഫ്ലഡ്സും ഒക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് വിന്റർ ക്രോപ്സ് കൂടുതൽ നമുക്ക് കൃഷി ചെയ്യാനും നമുക്ക് വാട്ടർ കപ്പാസിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫാമേഴ്സിന്റെ ഇൻകം കൂട്ടാനും നമ്മുടെ കൃഷിയുടെ കൂട്ടാനായിട്ട് പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്.
കാരണം ഖാരിഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ഈസ് ടേണിംഗ് ലെസ് റിയലബിൾ ഡ്യൂ ടു മൺസൂൺസ് ഇൻക്രീസിങ് അൺപ്രഡിക്റ്റബിലിറ്റി. മൺസൂൺ എന്താണ്? അൺപ്രഡിക്റ്റബിൾ ആണ്. മേ ബി ഈ ഇയർ കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് ഇയർ എന്താണ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഈ ഇയർ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൺസൂൺ ആയിരിക്കും. അത് ക്രോപ്പിന്റെ ആ ഒരു കപ്പാസിറ്റീനെ അല്ലെങ്കിൽ ഈൽഡിങ്ങിനൊക്കെ തന്നെ ബാധിക്കും. ആ സമയം റാബി ക്രോപ്സ് എന്ന് പറയുന്നത് ലെസ് പ്രോൺ ടു ഔട്ട്പുട്ട് വോളറ്റൈലിറ്റി ആണ്. അതായത് അത്ര ഫ്ലഡിങ് ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ്, നമുക്ക് ക്ലിയർ സ്കൈസ് ഒക്കെയാണ്, അതുപോലെ തന്നെ ലോ പെസ്റ്റ് ആൻഡ് ഡിസീസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് റാബി ക്രോപ്സിന് ഇനി അപേക്ഷിക്കുന്നതായിരിക്കും, അതിന് നോക്കുന്നതായിരിക്കും നമുക്ക് ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ റാബിസ് ക്രോപ്പിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ 2024-25 റിസൾട്ട് പ്രകാരം 185.9 മില്യൺ ടൺസ് ഓഫ് റാബി ഫുഡ് ഗ്രെയിൻ ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. അതായത് 168.1 മില്യൺ ടൺ മാത്രമാണ് ഖാരിഫിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിലും കൂടുതലാണ് എന്ത് റാബിയുടെ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അത് ഈവൻ ഇൻ പൾസ്, പൊട്ടറ്റോ, ഒനിയൻ, ടൊമാറ്റോ, ഗാർലിക്, സീഡ് സ്പൈസ്, ഇതെല്ലാം തന്നെ നമുക്കിത് കാണാനായിട്ട് പറ്റും. ദെൻ മറ്റൊരു കാര്യം, ഈ റാബി ക്രോപ്സിന്റെ ഈൽഡ് കൂടാനായിട്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് എന്താണ്? സ്പ്രെഡ് ഓഫ് ഇറിഗേഷൻ ആണ്. നമ്മുടെ മൺസൂൺ സർപ്ലസ് ആവുന്ന സമയത്ത് ആ വാട്ടർ എന്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, അത് നമ്മുടെ നെക്സ്റ്റ് സീസണിൽ നമുക്ക് ഈ വാട്ടർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറെ ടെക്നോളജീസിനെ ആശ്രയിച്ചു. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ, അതുപോലെ തന്നെ ലേസർ ലെവലിംഗ് ടെക്നോളജീസ്, അതുപോലെ തന്നെ വാട്ടർ സ്പ്രേ ചെയ്തു, അങ്ങനെ ഡയറക്റ്റ് ആ പ്ലാന്റിന്റെ റൂട്ടിലോട്ടും ഒക്കെ കൊടുത്തു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് നല്ല രീതിയിൽ ഈൽഡ് കിട്ടാനായിട്ട് കാരണമായി, നമുക്ക് നല്ല പ്രൊഡക്ഷന് കാരണമാകുന്നുണ്ട്. അപ്പൊ നമ്മൾ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ സ്കേസിറ്റി, അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്നത് ഒരു ക്രോപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരിക്കണം, ഇനി നമ്മൾ വാട്ടർ റിസിലിയൻ്റ് ആയിട്ടുള്ള ക്രോപ്സിന്റെ ഒക്കെ പ്രൊഡക്ഷനും അത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കണം എന്ന് പറയുന്നത്. ഗവൺമെന്റ്സ് ഫോക്കസ് ഷുഡ് ബി ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ ക്ലൈമറ്റ് സ്മാർട്ട് ബ്രീഡിംഗ് ആൻഡ് ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ റാദർ ദാൻ അൺടാർഗറ്റഡ് ഫാം സബ്സിഡീസ് ആൻഡ് ഗീവ് അവേസ്. വെറുതെ കർഷകർക്ക് സബ്സിഡീസും ഗീവ് അവേയും കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ക്ലൈമറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ബ്രീഡിങ്ങിനായിട്ടുള്ള കാര്യങ്ങളും ഇറിഗേഷൻ ഫെസിലിറ്റീസും ചെയ്യണമെന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ഡാറ്റ പോയിന്റ് ആണ്. ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് ആ ഡാറ്റ പോയിന്റിനേക്കാൾ ഉപരി ഇതിനകത്ത് പറയുന്ന കുറച്ച് പോയിന്റുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ദർ ഇസ് എ നീഡ് ടു എൻഷുവർ ദാറ്റ് വുമൺ ഡു നോട്ട് ഓൺലി റിസീവ് മണി ബട്ട് ഓൾസോ കൺട്രോൾ, ഗ്രോ ആൻഡ് സസ്റ്റെയിൻ ഇൻ ദെയർ ഓൺ അഡ്വാൻസ്മെന്റ്. അപ്പം നമ്മൾ ഈ അടുത്ത് നമ്മുടെ ബീഹാറിലും അതുപോലെ തന്നെ കുറേ സ്റ്റേറ്റുകളിലും വുമൻസിന് പൈസ കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ ഏതൊക്കെയായിരുന്നു ആ സ്കീമുകൾ? ബീഹാറിൽ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. അതായത് ഒരു 10,000 രൂപ to 75 lakh women as a seed capital for self-employment. വുമൻസിന്റെ സെൽഫ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് 10,000 രൂപ, ഒരു 75 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലോട്ട് ഇടുന്ന ഒരു പ്രോഗ്രാമാണ്. അത് വെച്ച് അവർക്ക് സെൽഫ് ആയിട്ടുള്ള എന്ത് ജോലിയും ചെയ്യാം. അതുപോലെ തന്നെ ഗോൾ ഈസ് ടു ഹെൽപ്പ് ദം സ്റ്റാർട്ട് ഓർ എക്സ്പാൻഡ് സ്മോൾ ഓൺടർപ്രണർഷിപ്പ് വിത്ത് അപ് ടു 2 lakh in advance support for successful ventures. അപ്പോൾ ഇതെന്താണ്? ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന CBT, ഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഈ ഒരു സ്കീം പോലെ തന്നെ വേറെയും സ്റ്റേറ്റിലുണ്ടായിരുന്നു. കർണാടകയുടെ ഗൃഹലക്ഷ്മി സ്കീം, വെസ്റ്റ് ബംഗാളിന്റെ ലക്ഷ്മി ബന്ദർ, അതുപോലെ തന്നെ മധ്യപ്രദേശിന്റെ ലാഡ്ലി ബഹന യോജന, തെലങ്കാനയുടെ മഹാലക്ഷ്മി സ്കീം. ഇതൊക്കെ പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. മെയിൻലി ജാം എന്ന് പറയുന്ന ട്രിനിറ്റി വെച്ചിട്ടാണ് ഇത് പോകുന്നത്. ജാം എന്ന് പറയുമ്പോൾ ജൻധൻ അക്കൗണ്ട്സ്, ആധാർ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ. അതായത് നമ്മളൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ബാങ്ക് അക്കൗണ്ടിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യമാണ്. ഒന്ന് ജൻധൻ അക്കൗണ്ട് വേണം, അതുപോലെ തന്നെ ആധാർ ഉണ്ടാവണം, മൊബൈൽ ഉണ്ടാവണം. അതുപോലെ ഈ 3 ട്രിനിറ്റി വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 2025 കണക്ക് പ്രകാരം 56 കോടിയോളം പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകൾ ഓപ്പൺ ആയി. അതിനകത്ത് 55.7% ഓൺ ചെയ്യുന്നത് ആരാണ്? വുമൻസ് ആണ്. വേൾഡ് ബാങ്കിന്റെ ഗ്ലോബൽ ഫിൻഡെക്സ് ഡാറ്റാബേസ്
2025 പ്രകാരം 54% ഇന്ത്യൻ വുമൺ ആണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കുന്നത്. അതായത് വിത്തിൻ 89% ഓഫ് ഇന്ത്യൻ വുമൺ നൗ ഹോൾഡിംഗ് ബാങ്ക് അക്കൗണ്ട്. അതുപോലെ തന്നെ ഡെവലപ്ഡ് നാഷന്റെ ഗ്ലോബൽ ആവറേജ് ഇപ്പോഴും എന്താണ് 77% ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ വുമൻസിന്റെ ബാങ്ക് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 89% ആണ്. എബോവ് ഡെവലപ്ഡ് നേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ക്യാഷ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വുമൻസിനെ നല്ല രീതിയിൽ എംപവർ ചെയ്യുന്നുണ്ട്. എങ്ങനെ എംപവർ ചെയ്യുന്നുണ്ട്? ക്യാൻ ഡയറക്റ്റ് ക്യാഷ് എംപവർ വുമൺ ആസ് ആൻ എക്കണോമിക് ഏജന്റ് റാദർ ദാൻ ജസ്റ്റ് വെൽഫെയർ റെസിപ്പിയൻസ്. അതായത് ക്യാഷ് കിട്ടുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ കയ്യിൽ, ഒരു വുമണിന്റെ കയ്യിൽ ക്യാഷ് കിട്ടുന്ന സമയത്ത് അവർക്ക് എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നുണ്ട്. ആ ഫിനാൻഷ്യൽ ഫ്രീഡം അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫാമിലിയിലെ ചിൽഡ്രൻസും എൽഡേഴ്സിനുമാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടാനായിട്ട് പോകുന്നത്. വുമൺസ് നെയിം ഇൻക്രീസ് ഹെർ സേ ഇൻ ഹ്യൂമൻ ഹൗസ് ഹോൾഡ്. അതുപോലെ തന്നെ ഇംപ്രൂവ് ഔട്ട്കം ഓഫ് ചിൽഡ്രൻ ആൻഡ് എൽഡർലി. അപ്പൊ നമ്മുടെ CBT വഴി നമുക്ക് വുമൺ എംപവർമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവർക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നു. അവർക്ക് ആ വീട്ടിൽ അവരുടെ ഒരു കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു സേ അല്ലെങ്കിൽ അവരുടെ ഒരു ഹോൾഡിംഗ് എന്ന് പറയുന്നത് കൂടുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ജൻധൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ ആ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? ഒന്നെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്. ഇതുവഴിയാണ് അവർക്ക് ആ പൈസ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ എപ്പോഴും എന്ത് വേണം? മൊബൈൽ ഫോൺ വേണം. പക്ഷേ നമ്മൾ കേരളത്തിലെ കേസല്ല പറയുന്നത്, ഔട്ട് ഓഫ് സ്റ്റേറ്റുകൾ ശ്രദ്ധിക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ കേരളത്തിന്റെ മൈൻഡിൽ വെച്ചിട്ട് ചിന്തിക്കാനായിട്ട് പാടില്ല. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചിന്തിക്കാം. അപ്പൊ അവിടെയുള്ള സ്ത്രീകൾക്ക് എന്താണ്, ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണമെങ്കിലും എങ്ങനെ വന്നാലും ഒരു 10,000 എബോവ് വേണം. ആ ഒരു പൈസ എന്താണ് അവർക്കില്ല. അതുപോലെ തന്നെ ഒരു പാട്രിയാർക്കൽ നോംസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്, സ്ത്രീകളുടെ കയ്യിൽ ഫോൺസ് വളരെ കുറവാണ്. കൂടുതൽ എന്തായിരിക്കും ആണുങ്ങളുടെ, അതായത് പുരുഷന്മാരുടെ, അവരുടെ വീടുകളിലെ പുരുഷന്മാരുടെ കയ്യിലാണ് ഉണ്ടാവുക. അപ്പൊ അവരെന്താണ് അതിന് വേണ്ടിയിട്ട് അവരെ ആശ്രയിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ ആ ഒരു പൈസ കൃത്യമായിട്ട് ആ ഒരു വുമണിന്റെ കയ്യിൽ തന്നെ എത്തിച്ചേരുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ബാക്കി സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് വുമൺ ലിറ്ററസി എന്താണ് വളരെ കുറവാണ്. വുമൺ ലിറ്ററസി കുറവാകുന്ന സമയത്ത് അവർക്ക് ഈ പൈസ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മെന്നിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നു. That the universal account ownership by women around 20% remain dormant. കാരണം എന്താ? Due to insufficient funds, low perceived needed or discomfort in engaging with formal banking. പിന്നെ അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഡാറ്റ ഓഫ് ഇൻഡെക്സ്, നമ്മുടെ വേൾഡ് ബാങ്കിന്റെ ഡാറ്റ ഓഫ് ഇൻഡെക്സ് ഷോ ചെയ്യുന്ന എന്താണ്, കോസ്റ്റ് ഓഫ് ഫോൺ വാങ്ങുന്നതിനുള്ള ആ ഒരു കോസ്റ്റ്, അതുപോലെ തന്നെ ഡാറ്റ, ലാക്ക് ഓഫ് പ്രൈവസി, ഫിയർ ഓഫ് സൈബർ ഫ്രോഡ് ആൻഡ് സോഷ്യൽ നോംസ് പ്രിവെന്റ് വുമൻസ് ഓണർഷിപ്പ് ഓഫ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഓണർഷിപ്പ് കുറയുന്നതിൻ്റെ ഉള്ള കാരണം നമ്മൾ പറഞ്ഞു പാട്രിയാർക്കിൽ ഉണ്ട്, കോസ്റ്റ് ഉണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇലിറ്ററസി ആണ്. അതുപോലെ തന്നെ ഫ്രോഡിനെ പേടി. ഇപ്പൊ നമ്മുടെ അമ്മമാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ് സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കാനായിട്ട്. എന്താ, എങ്ങാനും മാറിക്കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവോ, അതുപോലെ തന്നെ എന്താണ് ഫ്രോഡുകൾ കൂടുതലാണ്, അതുപോലെ തന്നെ സൈബർ ഫ്രോഡ്സ് കൂടുതലായതുകൊണ്ട് തന്നെ പൈസ പോകുമെന്നുള്ള പേടി. അതൊക്കെ എന്താണ് മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഈ ഫോൺ ആക്സസ് കുറയുന്നത് എന്താണ്, വുമൻസിന്റെ ഇൻഡിപെൻഡന്റ് ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യുവാണ്. Of shared phone access for large number of women further limit independent digital banking. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി റിമെയിൻ സിഗ്നിഫിക്കൻറ്റ് ബാരിയേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു എക്കണോമിക് എംപവർമെന്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുത്താൽ മാത്രമല്ല, അപ്പൊ ഇങ്ങനെ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്ട്രക്ചേർഡ് കാര്യങ്ങൾക്ക് കൂടി ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബിൽഡിംഗ് ജെന്യൂൻ ഫിനാൻഷ്യൽ ഏജൻസി വിൽ റിക്വയർ ഗിവിംഗ് വുമൻ കൺട്രോൾ ഓവർ അസറ്റ് ബൈ പ്രൊവൈഡിംഗ് ദം വിത്ത് എ സെക്യൂർ പ്രോപ്പർട്ടി റൈറ്റ് ആൻഡ് ജോയിന്റ്. ഈക്വലി ക്രിട്ടിക്കലി സ്ട്രെങ്തനിങ് മൊബൈൽ പില്ലർ ഓഫ് ദ ജാം ട്രിനിറ്റി. സബ്സിഡൈസ്ഡ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ കൊടുക്കണം. അതുപോലെ തന്നെ വുമൻസിന് അഫോർഡബിൾ ആയിട്ടുള്ള ഡാറ്റ പ്ലാൻസ് കൊടുക്കാനും ഗവൺമെന്റ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെന്റ് ടൂൾസ് എന്താണ്, ഇൻഡിപെൻഡൻ്റ്ലി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും എളുപ്പം ഉപയോഗിക്കാവുന്ന രീതിയിലും, അതുപോലെ തന്നെ അവരുടെ പ്രൈവസീനെയും ഓട്ടോണമീനെയും
കാത്തു സൂക്ഷിക്കുന്നതും ആയിരിക്കണം. അപ്പൊ നമ്മളിവിടെ വെറുതെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്താൽ മാത്രം പോരാ, ആ സ്ട്രക്ചേർഡ് കാര്യങ്ങൾ കൂടി എന്താണ് നമ്മൾ മറികടക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കോൺഫിഡൻറ്റ് നെറ്റ്വർക്ക് ബ്രിഡ്ജ് ചെയ്യണം. ആ ഒരു ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ ലിറ്ററസിയും അതും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ കുറയ്ക്കണം. അതുപോലെ തന്നെ ഡിജിറ്റൽ ബാങ്കിങ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്, സഖീസ്, അതുപോലെ തന്നെ സെക്യൂർ വാട്സപ്പ്, UPI ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ വുമൻസിന് ആ കാര്യങ്ങളെ കുറിച്ച് അഡ്വൈസ് ചോദിക്കാനായിട്ടുള്ളൊരു ഫ്രീഡം വേണം, അല്ലെങ്കിൽ അതുപോലൊരു ട്രസ്റ്റഡ് സ്പേസ് വേണം. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം. ഇതൊക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്താണ്, അത്യാവശ്യം ആണ്. ദ പാത്ത് ടു റിയൽ എംപവർമെന്റ് ലൈസ് ഇൻ കപ്ലിംഗ് അസറ്റ്സ് വിത്ത് ഏജൻസി ബിൽഡിംഗ്, എൻഷുറിംഗ് വുമൺ ക്യാൻ നോട്ട് ഓൺലി റിസീവ് മണി ബട്ട് ഓൾസോ കൺട്രോൾ ഗ്രോത്ത് ആൻഡ് സസ്റ്റെയിൻ ഇറ്റ് ഫോർ ദെയർ ഓൺ അഡ്വാൻസ്മെന്റ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡാറ്റാസിന്റെ ഒക്കെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെയാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ബട്ട് ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ന്യൂസ് മെയിൻ ആർട്ടിക്കിൾസ്. ദെൻ നമ്മൾ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ന്യൂസസ് ആണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ദെൻ ന്യൂസ് വന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ അന്റാർട്ടിക്ക, ആർട്ടിക്, അങ്ങനെ നമ്മുടെ 2 പോൾസ് ഉണ്ട്. അപ്പൊ അന്റാർട്ടിക്കയിൽ നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് റിസർച്ച് സ്റ്റേഷനുകളുണ്ട്. നമ്മുടെ ഫസ്റ്റ് റിസർച്ച് സ്റ്റേഷന്റെ പേരായിരുന്നു ദക്ഷിൺ ഗംഗോത്രി എന്ന് പറയുന്നത്. അതിപ്പോൾ ഓപ്പറേഷണൽ അല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിൽഡ് ചെയ്തതാണ് മൈത്രി എന്ന് പറയുന്നത് സിൻസ് 1989. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ ഒന്നുകൂടി ഉണ്ട്, ഭാരതി, സിൻസ് 2012. അങ്ങനെ മൈത്രി, ഭാരതി എന്നിങ്ങനെ 2 റിസർച്ച് സ്റ്റേഷനാണ് ഇപ്പോൾ ഓപ്പറേഷണൽ ആയിട്ടുള്ളത്. ദെൻ 4മതൊരു റിസർച്ച് സ്റ്റേഷൻ കൂടി നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. അതാണ് നമ്മുടെ മൈത്രി 2 എന്ന് പറയുന്നത്. ഈ മൈത്രി 2 വരുന്നത് ഈസ്റ്റേൺ അന്റാർട്ടിക്കയിലാണ്. അത് വരുന്നത് കൂടി അത് ഇന്ത്യയുടെ എന്താണ് 4th റിസർച്ച് ആവും ഇൻ ഫ്രോസൺ കോണ്ടിനെന്റ്. ഗോവ ബേസ്ഡ് ആയിട്ടുള്ള നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് അണ്ടർ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ഇതിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 4മത്തെ മൈത്രി എന്ന് പറയുന്ന റിസർച്ച് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസിന്റെ പ്രിലിമിനറി കാര്യങ്ങളൊക്കെ നോക്കി അതിന് അപ്രൂവൽ ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷൻ വരുന്നത് എവിടെയാണ്, ഈസ്റ്റേൺ അന്റാർട്ടിക്കയിലാണ്. അതുപോലെ തന്നെ ലാർജർ ദാൻ മൈത്രി 1 ആണ്. പ്ലാൻ ടു ഡിസൈൻ ഗ്രീൻ റിസർച്ച് ബേസ് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രപ്പോസലിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് യൂസിങ് റിന്യൂവബിൾ എനർജി സോഴ്സസ് സച്ച് ആസ് സോളാർ പവർ ഫോർ സമ്മർ എക്സ്പെഡിഷൻ, വിന്റർ എനർജി ടു ഹാർനസ് സ്ട്രോങ് അന്റാർട്ടിക് വിൻഡ്സ്. അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് ഫുൾ ആവുന്നത്, ജനുവരി 2029 ആകുമ്പോഴത്തേക്കും കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളത് ഓപ്പൺ ആക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എന്തിനാണ് നമ്മളിങ്ങനെ അന്റാർട്ടിക്ക ഈ പോലുള്ള ഐസ് സ്റ്റേഷൻസിൽ ഒരു റിസർച്ച് സെന്റേഴ്സ് നടത്തുന്നത്? നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും അവിടുത്തെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ റിസർച്ച് സെന്ററുകൾ തുടങ്ങുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യസ് 4G സ്റ്റാക്ക് എക്സ്പോർട്ട് അംബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ കുറച്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, മൊബൈൽ കോൺഗ്രസ് 2025 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അബൌട്ട് ഇന്ത്യസ് 4G സ്റ്റാക്കിനെ കുറിച്ച്. അതായത് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് 4G സ്റ്റാക്ക് നോട്ട് ഓൺലി എൻഹാൻസ് കണക്ടിവിറ്റി ആൻഡ് ഇന്റർനെറ്റ് ആക്സസ് വിത്ത് കൺട്രി ഓൾസോ എക്സ്പോർട്ടഡ് ഗ്ലോബലി. അപ്പൊ നമ്മുടെ 4G നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് അറിയാൻ പറ്റും. നമുക്ക് 1G ആയിരുന്നു, 2G, 3G, ദെൻ 4G വന്നു. 4G ഇന്റർനെറ്റ് കണക്ടിവിറ്റി. നമ്മളിപ്പോൾ എന്താണ് 5G കണക്ടിവിറ്റി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ 4G കണക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇൻഡിജീനിയസ്ലി നമ്മൾ ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കൺട്രീസിലേക്ക് ഉപയോഗിക്കാൻ മാത്രമല്ല, നമുക്ക് അതിനെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ് നമ്മുടെ ഇൻകം കൂട്ടും. അപ്പൊ ഇവിടെ പറയുന്നത് ഇന്ത്യ 4G സ്റ്റാക്ക് ചെയ്യുന്നത് നോട്ട് ഓൺലി ഓഫർ സീംലെസ് കണക്ടിവിറ്റി, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആൻഡ് റിയലബിൾ സർവീസ് ടു സിറ്റിസൺ ഇൻ എസ്പെഷ്യലി ഇൻ റിമോട്ട് ഏരിയ ബട്ട് ഓൾസോ എക്സ്പോർട്ട് ദ ടെക്നോളജി അബ്രോഡ്. അപ്പൊ നമ്മുടെ ആ 4G സ്റ്റാക്ക് എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ അവിടെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഇൻകം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഈ 4G സ്റ്റാക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ BSNL, ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, അതുപോലെ തന്നെ തേജസ് നെറ്റ്വർക്ക്, ടാറ്റ കൺസൾട്ടൻസി
ആൻഡ് സെൻറ്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് COT കൂടിയിട്ടാണ് നമ്മൾ ഇത് ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് റേഡിയോ അസസ് നെറ്റ്വർക്ക് തേജസും, അതുപോലെ തന്നെ കോർ നെറ്റ്വർക്ക് COT, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇന്റഗ്രേഷൻ പറയുന്ന എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇതെന്താ, നമുക്ക് ഫോറിൻ ആളുകളിൽ നിന്ന് ടെലികോമിന് വേണ്ടിയിട്ട് ടെക്നോളജി നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഇതെന്താണ്, നമുക്ക് മറ്റ് ഇതുപോലെ ആഫ്രിക്കൻ കൺട്രീസ് അങ്ങനെയുള്ള കൺട്രീസിലേക്ക് ഇത് കൊടുക്കാനും നമുക്ക് അതുവഴി ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. It enables rapid upgrade, scalability and easier further migration to path 5G. അപ്പോൾ ഇങ്ങനെ വിത്ത് ഈ 5G സ്റ്റാക്ക് ഉള്ള കൺട്രീസ് എന്ന് പറയുന്നത് മെയിൻലി 4 കൺട്രീസ് ആണ്. ആരൊക്കെയാണ്? ഡെൻമാർക്ക്, സ്വീഡൻ, സൗത്ത് കൊറിയ ആൻഡ് ചൈന. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ 5 നേഷൻസ് ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ്, നമ്മുടെ ചൈനയ്ക്ക് സിൽക്ക് റൂട്ട്, അവരുടെ ഒരു ട്രേഡ് റൂട്ട് ഉണ്ട് പണ്ടത്തെ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചൈന എന്താ ചെയ്യുന്നത്, ഈ സിൽക്ക് അല്ല ട്രേഡ് ചെയ്യുന്നത്, അവർ ഈ പറയുന്ന ടെക്നോളജീസ് ആണ്. അപ്പോൾ ഈ പറയുന്നത് കൊണ്ട് അതിനെന്താണ് നമ്മൾ ഡിജിറ്റൽ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ സിൽക്ക് റൂട്ടിന് ചൈനയ്ക്ക് ഒരു ഭീഷണി ആവുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന പുതിയ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചൈനയുടെ ഡിജിറ്റൽ സിൽക്ക് റൂട്ടിനെ കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. നമുക്കും ഈ പറയുന്ന ടെക്നോളജി, ടെലികോം ടെക്നോളജീസ് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് കൂടി ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ആ ഒരു അംബിഷനാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 5G സ്റ്റാക്കിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് ഇൻഡിജിനിയസ് സ്റ്റാക്ക് ആണ്. അതുപോലെ തന്നെ ക്ലൗഡ് നേറ്റീവ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ആണ്. ഇനേബിൾ സ്കേലബിലിറ്റി, റാപ്പിഡ് അപ്ഗ്രേഡ്, അതുപോലെ തന്നെ സ്മൂത്ത് മൈഗ്രേഷൻ ടു 5G, ഫ്യൂച്ചർ പ്രൂഫ് ഡിസൈൻ ആണ്. നാഷണൽ വൈഡ് റീച്ച് ഒക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ നോക്കുന്നത്. ദെൻ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് പുതിയൊരു സ്കീം ലോഞ്ച് ചെയ്തിരുന്നു. മെഗാ അഗ്രികൾച്ചർ സ്കീംസ് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു സ്കീമാണ് PM ധൻ ധാന്യ കൃഷി യോജന അഥവാ PMDDK എന്ന് പറയുന്നത്. PMDDK ന്യൂ സ്കീമാണ് ഫോർ ഫാർമർ സപ്പോർട്ട്. കൃഷിക്ക് വേണ്ടിയിട്ടാണ്. ഇതെന്താണ്, ഡയറക്റ്റ് ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടുന്ന ഒരു ക്രോപ്പ് ഇൻഷുറൻസ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ആക്സസും എല്ലാം കിട്ടുന്ന ഒരു ഫാമിംഗ് ടൂളാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു 100 അണ്ടർ പെർഫോമിംഗ് ഡിസ്ട്രിക്ട്സ് ആണ്. അതായത് അവിടെ എന്ന് പറയുന്ന ഫാമിങ്ങിന് പ്രശ്നങ്ങൾ നേരിടുന്നത്, അതായത് വാട്ടർ സ്കേസിറ്റി, ലോ ക്രോപ്പ് ഈൽഡ്, അതുപോലെ തന്നെ ലിമിറ്റഡ് അക്സസ് ടു റിസോഴ്സസ്, അങ്ങനെ ഉള്ള ഫാമിംഗ് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു 100 ഡിസ്ട്രിക്ട്സിനെ സെലക്ട് ചെയ്തിട്ട് അവിടെയാണ് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ആനുവൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 24,000 crore for 6 years, അതായത് 2025 to 2031 വരെയാണ്. ടോട്ടലി ₹1.44 lakh crore. The scheme aim to support 1.7 crore farmers, particularly small and marginal farmers owning less than 2 hectares of land, who constitute 86% of India's farming population. ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ PMDDKY ഒരു 36 ഗവൺമെന്റ് സ്കീമുകളെ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ 11 മിനിസ്ട്രീന്റെ അടിയിലുള്ള PM കിസാൻ, PM ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, ഫസൽ ബീമ യോജന, അതുപോലെ തന്നെ PMKSB രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ഇങ്ങനെയുള്ള 36 സ്കീമുകൾ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു സ്കീം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ലോഞ്ചിങ്ങും നടന്നിരുന്നു. ദെൻ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ഫാമിംഗ് ഇൻ ഹിമാചൽ പ്രദേശിലാണ്. നമ്മുടെ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ കൊണ്ടുവന്നിരുന്ന ഒരു ഫാമിംഗ് ടെക്നിക്കാണ്. അതായത് നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് കൃഷി ചെയ്യുന്ന, അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫാമിങ്ങിനെയാണ് എന്ത് പറയുന്നത്, നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ ഫാമിംഗ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ക്രോപ്പ് ഈൽഡ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ സോയിലിന്റെ ഈൽഡ്, അതായത് സോയിലൊക്കെ നശിക്കും നമ്മൾ കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു സോയിൽ പിന്നെ എന്താണ്, കൃഷിക്ക് യോഗ്യമല്ലാതായി മാറും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ നാച്ചുറൽ ഫാമിങ്ങിന് ഒരു 4 കമ്പോണന്റ് ഉണ്ട്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ബീജാമൃത് എന്ന് പറയുന്ന ആ ഒരു കമ്പോണന്റ് ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഓഫ് സീഡ്സ്, നമ്മൾ വിത്ത് ഉണ്ടല്ലോ, ആ വിത്തിന് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള
കൗഡങ്, യൂറിൻ, അതുപോലെ തന്നെ ലൈം ബേസ്ഡ് ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് സൂക്ഷിക്കുന്ന ആ ഒരു പ്രോഗ്രാമാണ് ബീജാമൃത് എന്ന് പറയുന്നത്. പിന്നെ വബ്സ, പ്രോസസ് ഇൻവോൾവ് ആക്ടിവേറ്റിംഗ് എർത്ത് ഫോം ഇൻ സോയിൽസ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് വാട്ടർ വേപ്പർ കോൺസെൻട്രേഷൻ. നമ്മുടെ സോയിലിൽ എർത്ത് ഫോംസ് വേണം, എന്നാലാണ് അവിടെ ഒരു വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ കെമിക്കലായിട്ടുള്ള ഇത് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ എർത്ത് വോം ഒക്കെ എന്താണ്, അതൊക്കെ ഡെത്തായി പോകും. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യലി ഈ ഒരു എർത്ത് വോംസിനെ കൊടുത്തിട്ട് സോയിലിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് വബ്സ എന്ന് പറയുന്നത്. ദെൻ ജീവാമൃത് എന്ന് പറയുന്നത് പ്രോസസ് എൻഹാൻസസ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ യൂസിങ് കൗ യൂറിൻ, ഡഗ് ഫ്ലോർ ഓഫ് പൾസസ് ആൻഡ് ജാഗരി കണ്ടീഷൻസ്. അതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ കൂട്ടുന്ന പ്രോഗ്രാം. ഇപ്പം നമ്മൾ വളം ഇടുമല്ലോ, ആ ഒരു ഫെർട്ടിലിറ്റി അതെന്താണ്, അത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ദെൻ മുൾച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇതെന്താണ്, ക്രിയേറ്റിംഗ് മൈക്രോ ക്ലൈമറ്റ് യൂസിങ് ഡിഫറെൻറ്റ് മൾച്ചസ് വിത്ത് ട്രീ ക്രോപ്പ് ബയോമാസ് ടു കൺസേർവ് സോയിൽ മോയ്സ്ചർ. നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് പണ്ട് കാലത്ത് ഇലകളും അതും ഒക്കെ കൊണ്ട് ആ ഒരു സോയിലിനെ മൂടിയിടും. ആ ഒരു പ്രോസസ്സാണ് മുൾച്ചിങ് എന്ന് പറയുന്നത്. ദെൻ പ്ലാന്റ് പ്രൊട്ടക്ഷൻ. The process involves spraying or biological concoctions which prevent pest, disease and weed problem and protect the plant and improve their soil fertility. അങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്, നാച്ചുറൽ ഫാമിങ്ങിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ ഈ പറയുന്ന നാച്ചുറൽ ഫാമിംഗ് ചെയ്തു. അങ്ങനെ എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ ഒരു പ്രകൃതി കേത്രി കുശാൽ കിസൻ യോജന എന്ന് പറഞ്ഞ സ്കീമും MSP ഒക്കെ എന്താണ്, ഈ പറയുന്ന നാച്ചുറൽ ഫാമിംഗ് ചെയ്യാനായിട്ട് ആ ഒരു സ്റ്റേറ്റിനെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെ അവിടുത്തെ ഗവൺമെന്റ് കൊടുത്തത് നാച്ചുറൽ ഫാമിംഗ് ഹിമാചൽ പ്രദേശിൽ നടത്താനും അതുവഴി അവർക്ക് ഈൽഡ് ഉണ്ടാവാനും ഗെയിൻ ഉണ്ടാവാനും ഒക്കെ കാരണമായി എന്നാണ് പറയുന്നത്. ആ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ബീൻ പ്രൊമോട്ടിംഗ് നാച്ചുറൽ ഫാമിംഗ് ബൈ ഇൻട്രൊഡ്യൂസിങ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ നാച്ചുറലി ഗ്രോൺ ക്രോപ്സ് സച്ച് ആസ് മൈസ് ആൻഡ് അതർ ക്രോപ്സ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ നോക്കാനായിട്ടുള്ള. നാച്ചുറൽ ഫാമിംഗ് വഴി ഇപ്പോൾ എന്താണ് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നാണ് നമുക്ക് ഹിമാചൽ പ്രദേശ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ളായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഫോക്കസ് ഓൺ റാബി. ഇനി നമ്മൾ റാബി ക്രോപ്സിനെ ഫോക്കസ് ചെയ്യാമെന്നുള്ളൊരു ന്യൂസ് എഡിറ്റോറിയൽ ആയിരുന്നു. കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ രണ്ടാമത് നമ്മൾ നമ്മുടെ ക്യാഷ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഇൻ വുമൻസ്, അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ അത് എങ്ങനെ വുമൻസിന് അതെന്തൊക്കെ പ്രശ്നങ്ങൾ അത് പൈസ എടുക്കാനായിട്ട് വരുന്നുണ്ട്, അത് എങ്ങനെ മറികടക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈത്രി 2 എന്ന് പറയുന്ന നമ്മുടെ 4ാമത്തെ റിസർച്ച് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ക്ലിയറൻസ് കിട്ടിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യാസ് 4G സ്റ്റാക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അഗ്രികൾച്ചർ പുതിയൊരു സ്കീം പ്രധാനമന്ത്രി ധൻധാന്യ കിസാൻ യോജന എന്ന് പറയുന്ന PMKVY കുറിച്ചും, അത് കഴിഞ്ഞ് നമ്മൾ നാച്ചുറൽ ഫാമിങ്ങിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ന്യൂസ് വീഡിയോസൊക്കെ കാണുക, അത് കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സസിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ന്യൂസസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.